നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിത്യ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. അവക്കൊരാവശ്യം വന്നപ്പോ അവൾ എന്നെ കാണാൻ വേണ്ടി വന്നതാ. അവളുടെ ആവശ്യം എന്താണെന്നറിയണമെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. അവളുടെ അനിയത്തിയുടെ കൊച്ചിന് എന്തോ വലിയ അസുഖമാണെന്നാ പറയുന്നത്. അതിന്റെ കണ്ണിന്റെ ഓപ്പറേഷന് കുറച്ച് പൈസ വേണം. അത് എന്നോട് വന്ന് കടം ചോദിച്ചു, ഞാനത് കൊടുക്കുകയും ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇതൊന്നും ഞാൻ നിന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇനി ആ സംശയം മനസ്സിലിട്ട് നീ വേറെ കഥകൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ പൈസ കൊടുക്കാനും മാത്രം നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? മനുഷ്യത്വപരമായ ബന്ധം എന്ന് പറഞ്ഞ ചെറിയൊരു പരിചയം മാത്രമുള്ള എന്നോട് അവൾ ഒരു ആവശ്യം വന്ന് പറഞ്ഞപ്പോ മനുഷ്യത്വം തോന്നി ഞാൻ അവൾക്ക് പൈസ കൊടുത്തു. ഇതാണ് ബന്ധം. അല്ല, നീ എന്താ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാണോ? അല്ലെങ്കിലും നിനക്കൊരു പോലീസ് കളി ഉള്ളതാ. നീ എന്നോടൊരു കാര്യം ചോദിച്ചു, അതിനുള്ള ഉത്തരം വ്യക്തമായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞു. ഇനിയും നിനക്ക് സംശയം മാറിയിട്ടില്ലെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല, നിന്റെ കുഴപ്പം. ആ കുഴപ്പം എനിക്ക് തീർത്തു തരാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിന്ന് സമയം കളയുന്നില്ല. അങ്ങനെ രക്ഷപ്പെട്ടു പോവാന്ന് കരുതണ്ട. അനിയത്തിയുടെ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞത് ശരിയായിരിക്കും. മനുഷ്യത്വം എന്ന് പറഞ്ഞില്ലേ, അത് വിശ്വസിക്കാൻ അല്പ ബുദ്ധിമുട്ടാ. മനുഷ്യത്വം എന്നല്ല അതിനെ പറയേണ്ടത്, ഭീഷണി എന്നാ. നിങ്ങളെ അവൾ എന്തോ പറഞ്ഞു ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാ നിങ്ങൾ അവൾക്ക് പൈസ കൊടുത്തത്. ഞാനിപ്പോ പറഞ്ഞതാണ് ശരിയെന്ന് നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലും നിങ്ങളുടെ മുഖം അത് പറയുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള എന്തോ രഹസ്യം നിത്യയുടെ നാവിൻ തുമ്പിലുണ്ട്. അത് മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാ അവൾക്ക് നിങ്ങൾ പൈസ കൊടുത്തത്. ആ രഹസ്യം എന്തായാലും അത് ചെറുതല്ലാന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഇത്ര ധൈര്യമായിട്ട് അവൾ ഇവിടെ വന്ന് നിങ്ങളോട് പൈസ ആവശ്യപ്പെടില്ലായിരുന്നു. അത് മാത്രമല്ല, എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യവും എന്തോ അവർക്കറിയാം. അതവൾ പറയാൻ വന്നപ്പോഴാ നിങ്ങൾ അവളെ തടഞ്ഞു കൂട്ടിക്കൊണ്ടു പോയത്. ഇപ്പൊ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു എന്ന് കരുതി എപ്പോഴും അങ്ങനെ തന്നെ ആവണമെന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിത്യയുടെ നാവിന്ന് തന്നെ ഞാനതറിയും. അന്നാണ് ഇപ്പൊ കാണിക്കുന്ന ഈ പുച്ഛഭാവമൊക്കെ മാറാൻ പോകുന്നത്. നിനക്കെന്തോ സംശയം തോന്നിയതില് തെറ്റു പറയാൻ പറ്റില്ല. അത് നിന്റെ കൂടെപ്പിറപ്പാ എന്ന് കരുതി ആ സംശയം എന്റെ തലയെ കയറ്റിവെച്ച് സ്ഥിരീകരിക്കാൻ നീ ശ്രമിക്കണ്ട. പുച്ഛം തന്നെ അവന്തികയ്ക്ക് അർച്ചനയോട്, നിന്റെ മണ്ടത്തരങ്ങളോർത്ത്, നിന്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത്. ആ ഭാവം ഞാൻ മാറ്റാനും ഉദ്ദേശിക്കുന്നില്ല. സംസാരത്തിലല്ലാതെ നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നീ സംശയങ്ങളെല്ലാം സത്യാണെന്ന് തെളിയിക്കും. അന്ന് അർച്ചനയുടെ കാൽ കീഴിൽ ഒതുങ്ങി ജീവിക്കും ഈ അവന്തിക. നീ പറയുന്നതൊക്കെ അനുസരിച്ച്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.